അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഹാളിന് തീ പിടിച്ചു എന്നറിഞ്ഞ് ചെന്തു രാത്രി തന്നെ പോയിരുന്നല്ലോ. അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ട് നൽകാനായി അടുത്ത ദിവസം രാവിലെ അവൻ കൊട്ടാരത്തിലെത്തുന്നു. മന്ത്രി സാങ്ങും ലുവോഷിയും ആ സമയം അവിടെ ഉണ്ട്. വിവാഹ ദിവസം രാത്രി തന്നെ അവൻ ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി പോവേണ്ടിയിരുന്നില്ല, മറ്റാരെങ്കിലും അയച്ചാൽ മതിയായിരുന്നുവെന്ന് രാജ്ഞി അവനോട് പറയുന്നുണ്ട്. അത് മാത്രമല്ല, വിവാഹം കഴിഞ്ഞതല്ലേ ഉള്ളൂ, ഇനി കുറച്ച് ദിവസത്തേക്ക് ഔദ്യോഗിക കാര്യങ്ങളിൽ അധികം ഇടപെടാതെ ഭാര്യയ്ക്കൊപ്പം സമയം ചെലവഴിക്കാനും രാജ്ഞി നിർദ്ദേശിക്കുന്നു. അവനെ കുറ്റപ്പെടുത്താൻ കിട്ടിയ ഒരു ചാൻസ് മന്ത്രി സാങ്ങും ലുവോഷിയും ഒട്ടും വേസ്റ്റ് ആക്കുന്നില്ല. രാജ്ഞിയുടെ നിർബന്ധപ്രകാരം വിവാഹം കഴിച്ചതുകൊണ്ടായിരിക്കണം വിവാഹരാത്രി തന്നെ ഭാര്യയെ തനിച്ചാക്കി അവൻ ഇങ്ങനെ ഒരു കാര്യത്തിന് പോയത്. ഭാര്യയോട് ഒട്ടും ആത്മാർത്ഥത ഉള്ളതായി തോന്നുന്നില്ല എന്നൊക്കെ മന്ത്രിയും ലുവോഷിയും കൂടി പറയുന്നു. അത് മാത്രമല്ല, ഇന്ന് രാവിലെ അവരുടെ വീട്ടിലേക്ക് ചെന്ന സമയത്ത് അവന്റെ ഭാര്യ എങ്ങോട്ടോ ഓടിപ്പോയി എന്നും അറിയാൻ കഴിഞ്ഞു. തലേ ദിവസം രാത്രി അവൻ അവളെ പേടിപ്പിച്ചത് കാരണമാണ് അവൾ വീട് വിട്ട് പോയത് എന്ന് മന്ത്രി ആരോപിക്കുന്നു. ഷെന്തുവിന്റെ നേതൃത്വത്തിലുള്ള ഇമ്പീരിയൽ ആർമിക്ക് കുറച്ച് അഡീഷണൽ പവറൊക്കെ നൽകാൻ രാജ്ഞി തീരുമാനിച്ചിരുന്നതാണ്. എങ്ങനെയെങ്കിലും അത് മുടക്കാൻ വേണ്ടിയാണ് മന്ത്രിയുടെയും ലുവോഷിയുടെയും ശ്രമം. സ്വന്തം വീട്ടുകാര്യങ്ങൾ പോലും മര്യാദയ്ക്ക് നോക്കി നടത്താൻ അറിയാത്ത ഷെന്തുവിന് പിന്നെ എങ്ങനെയാണ് രാജ്യത്തിന്റെ ഭരണകാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ പറ്റുക എന്ന് അവർ ചോദിക്കുന്നു. അവരുടെ രണ്ടുപേരുടെയും കൂടി നിർബന്ധം കാരണം രാജ്ഞിക്ക് തൽക്കാലം അവന് നൽകാൻ തീരുമാനിച്ച പവറിന്റെ കാര്യത്തിൽ ഒന്നുകൂടി ആലോചിക്കേണ്ടി വരുന്നു. മാത്രമല്ല, ഈ ആരോപണങ്ങളൊക്കെ തെറ്റാണെന്ന് തെളിയിക്കാൻ വേണ്ടി അടുത്ത കുറച്ച് ദിവസത്തേക്ക് അവൻ ഓഫീസിലേക്ക് പോവുക പോലും വേണ്ട, ഭാര്യയ്ക്കൊപ്പം വീട്ടിൽ തന്നെ സമയം ചെലവഴിക്കാനും രാജ്ഞി നിർദ്ദേശിക്കുന്നുണ്ട്. മന്ത്രിയുടെയും ലുവോഷിയുടെയും വായടപ്പിക്കാൻ വേണ്ടി ഷെന്തുവും അത് സമ്മതിക്കുന്നു. അടുത്തുള്ള ഒരു ക്ഷേത്രത്തിനടുത്ത് കുറെ ഡെഡ് ബോഡികൾ കണ്ടെടുത്തുവെന്ന് ചുച്ചു വന്ന് പറഞ്ഞതനുസരിച്ച് ഡ്രസ്സ് പോലും മാറാതെ യാൻഷിങ് പുറപ്പെട്ടതായിരുന്നല്ലോ. വണ്ടിയിലിരുന്നുകൊണ്ടാണ് അവൾ ആഭരണങ്ങളൊക്കെ അഴിച്ചു മാറ്റിയത്. അവളുടെ മേക്കപ്പ് ഒന്നും അഴിച്ചു മാറ്റിയിട്ടില്ലാത്തതിനാൽ രാത്രി ഷെന്തു അവളുടെ റൂമിലേക്ക് ചെന്നിട്ടില്ല എന്ന് ചുച്ചുവിന് മനസ്സിലാവുന്നു. അതിനെക്കുറിച്ച് ചോദിച്ചിട്ടാണെങ്കിൽ അവൾ വ്യക്തമായിട്ടൊരു മറുപടിയും നൽകുന്നില്ല. രാജ്ഞി ഇങ്ങനെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന ഹാളിന്റെ ഒരു വശത്തായി എപ്പോഴും ഒരു മ്യൂസിക് മിനിസ്റ്റർ ഇൻസ്ട്രുമെന്റ് വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഇപ്പോഴും മ്യൂസിക് മിനിസ്റ്റർ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ രാജ്ഞി അദ്ദേഹത്തെ പുറത്തേക്ക് വിളിപ്പിക്കുന്നു. ശരിക്കും യാൻഷിങ്ങിന്റെ അമ്മാവനാണത്. രാജ്ഞിക്ക് അതിനെക്കുറിച്ച് അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹത്തെ പുറത്തേക്ക് വിളിപ്പിച്ച് സംസാരിച്ചത്. യാൻഷിങ്ങിന്റെ കാര്യത്തിൽ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. ഷെന്തു ഈ പറയുന്നത് പോലെയൊന്നുമല്ല, അവൻ അവളെ നന്നായി കെയർ ചെയ്തോളും. അതുകൊണ്ട് അവളുടെ കാര്യത്തിൽ ടെൻഷൻ അടിക്കേണ്ട എന്ന് പറഞ്ഞ് രാജ്ഞി അദ്ദേഹത്തെ സമാധാനിപ്പിക്കുന്നുണ്ട്. ക്ഷേത്രത്തിന് മുന്നിലെത്തിയ യാൻഷിങ്ങും ചുച്ചുവും മന്ത്രി വൂവിനെ കാണുന്നു. അവൾ വിവാഹവേഷം പോലും മാറ്റാതെ അവിടേക്ക് ഓടി വന്നത് എന്താണ് എന്ന് മന്ത്രി ചോദിക്കുന്നുണ്ട്. ഷെന്തുവുമായിട്ട് അവളുടെ വിവാഹം പെട്ടെന്നായിരുന്നല്ലോ നടന്നത്. അത് മാത്രമല്ല, ഷെന്തു തലേ ദിവസം രാത്രി അവളുടെ റൂമിലേക്ക് പോയിട്ടില്ല എന്നുള്ള വിവരവും അപ്പോൾ തന്നെ നാട്ടിൽ പാട്ടായി കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് അവന് അവളെ ഒട്ടും ഇഷ്ടമല്ല എന്നാണ് മന്ത്രി കരുതിയിരിക്കുന്നത്. അതും പറഞ്ഞ് അദ്ദേഹം അവളെ പരിഹസിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള അന്വേഷണങ്ങളിലൊന്നും അവൾ ഇടപെടുന്നത് അല്ലെങ്കിലും മന്ത്രിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ചോദിച്ച് അദ്ദേഹം അവളെ എതിർക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന ഇമ്പീരിയൽ ഇൻസ്പെക്ടർ ഷൂവിന് അവളെക്കുറിച്ച് നല്ല അഭിപ്രായമാണ്. അവൾ ഏത് കേസ് അന്വേഷിച്ചാലും അത് ഉറപ്പായും തെളിയും എന്ന് പറഞ്ഞ് ഷൂ അവളെക്കുറിച്ച് പുകഴ്ത്തി പറയുന്നു. ക്രൈം സീൻ ഒന്ന് കാണണമെന്ന് തനിക്ക് ആഗ്രഹമുണ്ട് എന്നൊക്കെ യാൻഷിങ് പറയുന്നുണ്ടെങ്കിലും മന്ത്രി അതിന് സമ്മതിക്കുന്നില്ല. മന്ത്രിക്ക് ശരിയായിട്ടുള്ള ഭാര്യയല്ലാതെ മറ്റൊരു സെറ്റപ്പ് ഉണ്ടെന്ന് കുറച്ച് ദിവസങ്ങളായി അവൾക്ക് സംശയം തോന്നിയിരുന്നു. അവൾ അത് അദ്ദേഹത്തിന് നേരെ പ്രയോഗിക്കുന്നു. പിടിക്കപ്പെടും എന്ന് തോന്നിയപ്പോൾ പെട്ടെന്ന് അദ്ദേഹം അവൾക്ക് പെർമിഷൻ നൽകുന്നുണ്ട്. അങ്ങനെ അവളും ചുച്ചുവും കൂടി ഡെഡ് ബോഡി ഉള്ളിടത്തേക്ക് പോകുന്നു. ഒരു കപ്പിൾസിന്റെ ഡെഡ് ബോഡിയാണ് കണ്ടെടുത്തത് എന്ന് പറഞ്ഞിരുന്നല്ലോ. ഡെഡ് ബോഡി വളരെ വികൃതമായിട്ടുള്ള രീതിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ചുച്ചു അത് കണ്ടപ്പോൾ തന്നെ മുഖം തിരിക്കുന്നുണ്ട്. പക്ഷേ യാൻഷിങ്ങിന് അങ്ങനെയുള്ള പേടിയൊന്നുമില്ല. അവൾ അതിന്റെ അടുത്തിരുന്ന് വളരെ സൂക്ഷ്മമായി പരിശോധിക്കുന്നു. പരസ്പരം കെട്ടിപ്പിടിച്ച് കിടക്കുന്ന രീതിയിലായിരുന്നു ആ ഡെഡ് ബോഡികൾ കണ്ടെടുത്തിരുന്നത്. രണ്ടുപേരുടെയും ശരീരത്തിൽ നിന്ന് ഹൃദയം മുറിച്ചു മാറ്റിയിരുന്നു. അതേപോലെ തന്നെ പെണ്ണിന്റെ മുഖത്ത് കത്തികൊണ്ട് കീറിയ ഒരടയാളവും ഉണ്ടായിരുന്നു. ഡെഡ് ബോഡിയിൽ നിന്ന് അഴുകിയ ദുർഗന്ധം വരുന്നതിന് പകരം ഏതൊക്കെയോ മരുന്നുകളുടെ സുഗന്ധം വരുന്നതായും യാൻഷിങ്ങിന് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോഴേക്കും ഇൻസ്പെക്ടർ ഷൂവും അവിടേക്ക് വരുന്നു. ആ ഡെഡ് ബോഡികളിലെ പുരുഷൻ ഒരു മന്ത്രിയുടെ മകനാണ്, സ്ത്രീ ഒരു മ്യൂസിഷ്യനാണ് എന്നൊക്കെയുള്ള വിവരങ്ങൾ അദ്ദേഹം അവളെ അറിയിക്കുന്നു. ആ പുരുഷൻ മരിച്ചിരിക്കുന്നത് വിഷമുള്ളിൽ ചെന്നാണ് എന്ന് അവൾക്ക് മനസ്സിലായിരുന്നു. ഏത് വിഷമാണ് എന്ന് ഇൻസ്പെക്ടർ പറയാൻ തുടങ്ങിയപ്പോഴേക്കും മരിച്ച പയ്യന്റെ കുടുംബാംഗങ്ങൾ അവിടേക്ക് വന്ന് ഒരു സീൻ ഉണ്ടാക്കുന്നതിനാൽ അവരുടെ ശ്രദ്ധ അങ്ങോട്ടേക്ക് തിരിയുന്നു. അമ്മ മകൻ മരിച്ചു കിടക്കുന്നത് കണ്ട് ഭയങ്കരമായി ബഹളമുണ്ടാക്കുകയാണ്. വിഷം ഉള്ളിൽ ചെന്നാണ് മകൻ മരിച്ചിരിക്കുന്നത് എന്നറിഞ്ഞപ്പോൾ അവർ എഴുന്നേറ്റ് നിന്ന് അവിടെ ഉണ്ടായിരുന്ന രണ്ടാമത്തെ മകനെ അടിക്കുന്നുണ്ട്. അവൻ അവരുടെ മകനല്ല, മന്ത്രിയുടെ മറ്റൊരു ഭാര്യയുടെ മകനാണ്. എങ്ങനെയാണ് ഇത് സംഭവിച്ചതെന്ന് ഉറപ്പായും തെളിയിക്കും എന്നൊക്കെ മന്ത്രി വു അവരോട് പറഞ്ഞപ്പോൾ ഇനി എന്ത് തെളിയിക്കാനാണ് എന്ന് പറഞ്ഞ് ആ സ്ത്രീ അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നാലെ ബാക്കിയുള്ളവരും പോകുന്നു. പക്ഷേ അവർ പറഞ്ഞതുപോലെ അങ്ങനെ അന്വേഷണം നിർത്താൻ ഇവർക്ക് കഴിയില്ല. കാരണം രാജകുടുംബാംഗങ്ങളൊക്കെ സന്ദർശിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണത്. അങ്ങനെയുള്ളിടത്ത് ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ അവർക്ക് അതിനെപ്പറ്റി അന്വേഷിച്ച് ഒരു വിശദീകരണം നൽകിയേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അന്വേഷണം പൂർത്തിയാക്കാൻ മന്ത്രി വു ഇൻസ്പെക്ടർക്ക് നിർദ്ദേശം നൽകുന്നു.
ഓഫീസിലേക്ക് തിരികെ പോയി ഏതോ ഒരു കേസിന്റെ റിപ്പോർട്ട് റെഡിയാക്കാൻ പറഞ്ഞ് ചുച്ചുവിനും മന്ത്രി ഒരു ജോലി കൊടുക്കുന്നുണ്ട്. തിരികെ പോവാനായി ചുച്ചു യാൻഷിങ്ങിനെ വിളിക്കുന്നുണ്ടെങ്കിലും അവൾക്ക് ഡെഡ് ബോഡി കിടന്നിരുന്ന സ്ഥലം കണ്ടേ പറ്റുള്ളൂ. അതുകൊണ്ട് അവളോട് തനിച്ച് പോയിക്കോളാൻ പറഞ്ഞിട്ട് ഡെഡ് ബോഡികൾ കണ്ടെടുത്ത സ്ഥലത്തേക്ക് യാൻഷിങ് കൂടുതൽ അന്വേഷണത്തിനായി പോകുന്നു. സാധാരണ എല്ലാവർക്കും ഡെഡ് ബോഡി കിടക്കുന്ന ഭാഗത്തേക്ക് പോകാൻ തന്നെ മടിയായിരിക്കുമല്ലോ. പക്ഷെ യാൻഷിങ്ങിന് അങ്ങനെയൊന്നുമില്ല. അവൾ ആ ഡെഡ് ബോഡി ഉണ്ടായിരുന്ന കുഴിയിൽ ഇറങ്ങിയിരുന്ന പരിശോധന നടത്തുന്ന കൂട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഏതോ ഒരു ദ്രാവകം എടുത്ത് മണപ്പിക്കുകയും ടേസ്റ്റ് ചെയ്ത് നോക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണാം. ഈ സമയത്താണ് ഷെന്തു തന്റെ അസിസ്റ്റന്റിനൊപ്പം അവിടെ എത്തിയത്. അവൾ അവിടേക്ക് വന്നിട്ടുണ്ട് എന്നറിഞ്ഞാണ് അവൻ വന്നിരിക്കുന്നത്. നിന്നോട് ഇങ്ങനെ കറങ്ങി നടക്കരുതെന്ന് ഇന്നലെ രാത്രി തന്നെ ഞാൻ വാണിംഗ് തന്നിരുന്നല്ലേ. പരിശോധനയൊക്കെ മതിയാക്കിയിട്ട് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വരാൻ പറഞ്ഞ് അവൻ അവളെ വിളിക്കുന്നു. പക്ഷേ അവൾ കൂടെ ചെല്ലാൻ തയ്യാറാവുന്നില്ല. നിന്റെ ഭാര്യയായി എന്ന് പറഞ്ഞ് ഞാൻ ഇപ്പോഴും മിനിസ്ട്രി ഓഫ് ജസ്റ്റിസിലെ ജോലിക്കാരി തന്നെയാണ്. എനിക്ക് എൻ്റെ ജോലി വേണ്ടെന്ന് വയ്ക്കാൻ പറ്റില്ല. നിന്റെ ജോലിയുടെ കാര്യങ്ങളിൽ ഞാൻ ഇടപെടില്ല, അതേപോലെ തന്നെ എൻ്റെ ജോലിയുടെ കാര്യങ്ങളിൽ നീയും ഇടപെടരുത് എന്ന് പറഞ്ഞ് അവൾ തൻ്റെ സ്റ്റാൻഡ് വ്യക്തമാക്കുന്നുണ്ട്. അപ്പോഴേക്കും അസിസ്റ്റന്റ് ഇൻസ്പെക്ടറോട് കുറേ വിവരങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് തിരികെ അവൻ്റെ അടുത്തെത്തി റിപ്പോർട്ട് ചെയ്യുന്നു. മറ്റെവിടെയോ വെച്ച് കൊല നടത്തിയിട്ട് ഡെഡ് ബോഡികൾ ഇവിടേക്കാരോ കൊണ്ടുവന്നിരിക്കുന്നതാണ്. പക്ഷേ ഇവിടെ വണ്ടി വന്നതിൻ്റെ അടയാളങ്ങളൊന്നുമില്ല. ധാരാളം കാൽപ്പാടുകളുണ്ട്. ഈ ക്ഷേത്രത്തിൽ ഒരുപാട് ആളുകൾ വരുന്നതായതുകൊണ്ട് ആരുടെ കാൽപ്പാടുകളാണ് എന്നൊന്നും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. എന്നാണ് മരണം നടന്നത് എന്നും ഇതുവരെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ അസിസ്റ്റന്റ് അവനെ അറിയിക്കുന്നു. അപ്പോഴാണ് എന്നായിരിക്കണം ഡെഡ് ബോഡികൾ അവിടെ എത്തിച്ചത് എന്നതിന്റെ ഡേറ്റ് അവൾ കൃത്യമായി പറഞ്ഞത്. അവൾക്ക് എങ്ങനെയാണ് അത് അറിയാൻ കഴിഞ്ഞത് എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. ആ കുഴി വെട്ടാനായി ഏത് രീതിയിലുള്ള മമ്മട്ടിയാണ് ഉപയോഗിച്ചത് എന്നൊക്കെ അവൾ കൃത്യമായി പറയുന്നു. അത് മാത്രമല്ല മഴയുള്ള ദിവസമാണ് ഇങ്ങനെ ഒരു കുഴി എടുത്തിരിക്കുന്നത് എന്നും അവൾ പറയുന്നുണ്ട്. ഇതിനു മുമ്പ് അവിടെ മഴ പെയ്തത് കഴിഞ്ഞ മാസം 15-ാം തീയതി ആയിരുന്നു. അന്ന് തന്നെ ആയിരിക്കണം ആ കുഴി വെട്ടിയത് എന്ന് അവൾ പറയുന്നുണ്ട്. മണ്ണിന് പല മാറ്റങ്ങളും സംഭവിക്കാം, അതുകൊണ്ട് അവൾ കണ്ടെത്തിയ ഡേറ്റ് തെറ്റായിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് അവൻ പറഞ്ഞപ്പോൾ അവൾ വേറെ കുറെ തെളിവുകൾ കൂടി നൽകുന്നു. അങ്ങനെ അത് ശരി തന്നെയാണ് എന്ന് അവനും ഉറപ്പിക്കുന്നുണ്ട്. അവളുടെ ബുദ്ധിസാമർത്ഥ്യത്തിലും കഴിവിലും അവന് ചെറിയൊരു ഇംപ്രഷനൊക്കെ ഇപ്പോൾ തോന്നി തുടങ്ങിയിട്ടുണ്ട്. ഇതിനിടയിലാണ് യാൻഷിങ് അവളുടെ ഡ്രസ്സിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന ഒരു സ്നാക്സ് എടുത്ത് കഴിക്കുന്നത്. അങ്ങനെ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് അവൾ സ്നാക്സ് കഴിക്കുന്നത് കണ്ട് അവൻ അന്തം വിടുന്നു. കഴിക്കുന്നത് പോരാഞ്ഞിട്ട് അതിൽ നിന്ന് ഒരു പീസ് അവൾ അവനും നൽകുന്നുണ്ട്. ഒന്നാമതേ അവൻ ഇച്ചിരി വൃത്തി കൂടുതലാണ്. അതിൻ്റെ കൂട്ടത്തിലാണ് അവൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്നിട്ട് അത് കൂടി കഴിക്കാൻ നൽകുന്നത്. അവനത് വാങ്ങാതെ പുറകിലേക്ക് നീങ്ങുന്നുണ്ട്. അതിനുശേഷം അവളോട് തിരികെ വീട്ടിലേക്ക് പോകുന്ന കാര്യം സംസാരിക്കുന്നു. റാങ്ക് പോലും ഇല്ലാത്ത വെറും ഒരു ക്ലർക്കായ നിനക്ക് ഇതൊക്കെ കണ്ടുപിടിക്കേണ്ട ആവശ്യം എന്താണ്? എന്തായാലും അതിൻ്റെ ഉത്തരവാദിത്തം ഒന്നും നിന്നെ ആരും ഏൽപ്പിക്കാൻ പോകുന്നില്ല. എൻ്റെ ഭാര്യയായി വീട്ടിലേക്ക് വന്ന് അവിടുത്തെ കാര്യങ്ങൾ നോക്കി മര്യാദയ്ക്ക് നിൽക്കുന്നതാണ് നിനക്ക് നല്ലത്. ഇപ്പോൾ തന്നെ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞ് അവൻ അവളെ കൂട്ടിക്കൊണ്ട് പോകാൻ തുടങ്ങുന്നു. ഇന്നലെ വിവാഹം കഴിഞ്ഞ് വന്നപ്പോൾ എന്നെ സ്വീകരിക്കാൻ നീ അവിടെ ഒന്നും ഒരുക്കിയിരുന്നില്ല, എൻ്റെ ബെഡ്റൂമിലേക്ക് വന്നില്ല എന്നൊക്കെയുള്ള വിവരങ്ങൾ ഇപ്പോൾ ജനങ്ങളുടെ ഇടയിൽ പാട്ടായി കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ ജോലിക്കിടയിൽ വെറുതെ തടസ്സമുണ്ടാക്കരുത്, നീ നിന്റെ വഴിക്ക് പൊയ്ക്കോളാൻ പറഞ്ഞ് അവൾ എതിർത്ത് നിൽക്കുകയാണ്. പക്ഷേ അവൻ അവളെ ബലമായി പിടിച്ചുകൊണ്ട് പോയി കുതിരപ്പുറത്തേക്ക് പൊക്കി എറിയുന്നുണ്ട്. അതിനുശേഷം അവളെ പിടിച്ച് നേരെ ഇരുത്തിയിട്ട് അവനും പുറകെ കയറിയിരുന്ന് മുന്നോട്ട് പോകാൻ തുടങ്ങുന്നു. അവൾ താഴെ ഇറക്കാൻ പറഞ്ഞ് ബഹളം വെച്ചപ്പോൾ അടങ്ങിയിരുന്നില്ലെങ്കിൽ ആളുകൾ കാണുന്ന വിധത്തിൽ ഞാൻ എൻ്റെ സ്നേഹം നിന്നോട് പ്രകടിപ്പിക്കുമെന്ന് പറഞ്ഞ് അവൻ അവളുടെ അടുത്തേക്ക് മുഖം ചേർത്ത് പിടിക്കുന്നുണ്ട്. ഈ സമയത്താണ് മന്ത്രി വു ഇൻസ്പെക്ടർ ഷൂവിനൊപ്പം അവിടേക്ക് വന്നത്. ഈ കാഴ്ച കണ്ട് അദ്ദേഹം ശരിക്കും ഷോക്കാവുന്നു. അവന് അവളെ ഇഷ്ടമല്ല എന്നായിരുന്നു അദ്ദേഹം കരുതിയിരുന്നത്. ഇതിപ്പോൾ രണ്ടുപേരും തമ്മിൽ നല്ല ഇഷ്ടമുള്ളതുപോലെയാണല്ലോ മുന്നോട്ട് പോകുന്നത്. കുറച്ചു മുമ്പ് യാൻഷിങ്ങിനെ കളിയാക്കേണ്ടിയിരുന്നില്ല എന്ന് അദ്ദേഹത്തിന് തോന്നിപ്പോകുന്നുണ്ട്. ഷെന്തു ഭാര്യയെ കെയർ ചെയ്യുന്നില്ല എന്ന രീതിയിൽ ജനങ്ങളുടെ ഇടയിൽ പറഞ്ഞിരിക്കുന്ന റൂമർ അവസാനിപ്പിക്കാൻ വേണ്ടി എല്ലാവരെയും കാണിക്കാനാണ് ഇങ്ങനെ ഒരു യാത്ര അവൻ സെറ്റ് ചെയ്തത്. ആളുകളൊക്കെ അവരെ അങ്ങനെ ഒരുമിച്ച് കണ്ട് അതിനെപ്പറ്റി സംസാരിച്ച് തുടങ്ങുന്നുണ്ട്. ഈ സമയത്താണ് അവൻ്റെ അസിസ്റ്റന്റ് രാജ്ഞിയുടെ അടുത്ത് നിന്നുള്ള ഒരു ഓർഡർ അവൻ്റെ അടുത്ത് എത്തിക്കുന്നത്. ഇപ്പോൾ ക്ഷേത്രത്തിൽ നടന്നിരിക്കുന്ന ഈ കൊലപാതകത്തെക്കുറിച്ച് എത്രയും പെട്ടെന്ന് അന്വേഷിച്ച് കണ്ടെത്താനായിരുന്നു രാജ്ഞിയുടെ ഓർഡർ. അത് മാത്രമല്ല, ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്ന ആളുടെ മരണത്തിൽ അയാളുടെ അമ്മ കുറ്റവാളിയായി ആരോപിച്ചിരിക്കുന്നത് രണ്ടാമത്തെ മകനെയാണല്ലോ. ആ രണ്ടാമത്തെ മകന് ഒരു പ്രശ്നവും വരാൻ പാടില്ല, അവനെ പ്രൊട്ടക്ട് ചെയ്യണം എന്നും രാജ്ഞി അതിൽ പ്രത്യേകം എഴുതി ചേർത്തിരുന്നു. അങ്ങനെ ഷെന്തു അപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് പുറപ്പെടുന്നു. അവളെയും കൂടെ കൊണ്ടുപോകുന്നുണ്ട്. ആ വീട്ടിലെത്തി ചായ സൽക്കാരമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവനെ അവിടുത്തെ യങ് മാസ്റ്റർ കാണാൻ ആവശ്യപ്പെടുന്നുണ്ട് എന്ന് ജോലിക്കാരൻ വന്ന് അറിയിക്കുന്നതനുസരിച്ച് ഷെന്തു അങ്ങോട്ടേക്ക് പോകാനായി എഴുന്നേൽക്കുന്നു. അവൾ എന്താ പറയാനായി അവന്റെ പുറകെ എഴുന്നേറ്റ് ചെന്ന് അവനെ വിളിക്കുന്നുണ്ട്. ഈ സമയമൊക്കെ അവൾ അവന്റെ പേരാണ് വിളിച്ചുകൊണ്ടിരുന്നത്. മര്യാദയ്ക്ക് ഭർത്താവ് എന്ന രീതിയിൽ വിളിച്ചാൽ മാത്രമേ അവളോട് സംസാരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ നിന്റെ കാവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും എന്ന് പറഞ്ഞ് അവൻ ഭീഷണിപ്പെടുത്തുന്നു. അവൾക്ക് പക്ഷെ അങ്ങനെ വിളിക്കാൻ നല്ല മടിയുണ്ട്. എന്നാലും പേടിച്ച് അവസാനം ചേട്ടാ എന്ന് വിളിക്കുന്നു. അങ്ങനെ വിളിച്ച ശേഷമാണ് അവൾക്ക് സംസാരിക്കാൻ
സംസാരിക്കാൻ അവൻ പെർമിഷൻ നൽകിയത്. അവന്റെ വാലായി ഇങ്ങനെ പുറകെ നടക്കാൻ അവൾക്ക് താല്പര്യമില്ല. കൊല്ലപ്പെട്ട ആളിന്റെ വീട്ടിലാണല്ലോ എത്തിപ്പെട്ടിരിക്കുന്നത്. അവിടെ നിന്ന് എന്തെങ്കിലും തെളിവുകൾ കിട്ടുമെന്ന് അറിയാനായി ചുറ്റി നടന്ന ഒരു അന്വേഷണം നടത്താനാണ് അവൾ ഉദ്ദേശിക്കുന്നത്. ഞാൻ വെറുതെ പുറത്തൊക്കെ ഒന്ന് കറങ്ങി നടന്നോട്ടെ എന്ന് അവൾ അവനോട് പെർമിഷൻ ചോദിക്കുന്നുണ്ട്. അവൻ അനുവാദം നൽകുന്നുണ്ടെങ്കിലും അസിസ്റ്റന്റിനോട് അവളുടെ കൂടെ തന്നെ നിൽക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടാണ് പോയത്. യാൻഷിങ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അസിസ്റ്റന്റ് കൂടെ ചെല്ലുന്നു. അവൾക്ക് അവനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കിയേ പറ്റുള്ളൂ. അതിന് ഇന്നലെ രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് സമയം ഉറങ്ങാൻ പോവുകയാണ്. നിന്റെ ബോസിന്റെ വൈഫ് ഉറങ്ങുന്നത് നീ കണ്ടുകൊണ്ട് നിൽക്കാൻ പോവുകയാണോ എന്നൊക്കെ അവൾ അവനോട് ചോദിക്കുന്നു. അങ്ങനെ അവൻ കുറച്ച് മാറി തിരിഞ്ഞു നിൽക്കുന്നുണ്ട്. ആ സമയത്ത് അവൾ ശബ്ദമുണ്ടാക്കാതെ പതുക്കെ എഴുന്നേറ്റ് സ്ഥലം വിടുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അവൻ അബദ്ധം മനസ്സിലാവുന്നത്. തന്നെ അവൻ അവളെ തിരയാൻ തുടങ്ങുന്നുണ്ട്. യാൻഷിങ് ഈ സമയം അവിടുത്തെ ഒരു ജോലിക്കാരിയെ മണിയടിച്ച് അവരിൽ നിന്ന് കുറെ വിവരങ്ങളൊക്കെ അറിയാനുള്ള ശ്രമത്തിലായിരുന്നു. ആ മന്ത്രിക്ക് ശരിക്കും 3 മക്കളാണ് ഉണ്ടായിരുന്നത്. അതിൽ രണ്ടാമത്തെ മകൻ കുറെ കാലം മുമ്പ് കൊല്ലപ്പെട്ടിരുന്നു. അവന്റെ അമ്മ ഇപ്പോൾ മനോനില തെറ്റിയ രീതിയിലാണ്. അവർ ബാക്കിയുള്ളവരെ ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടി വീടിനുള്ളിൽ മതിൽ കെട്ടിത്തിരിച്ച് അവരെ പ്രത്യേകമാണ് താമസിപ്പിച്ചിരിക്കുന്നത്. മൂത്ത മകൻ രണ്ടാമത്തെ മകനെ വിഷം കൊടുത്ത് കൊന്നതായിരിക്കാൻ സാധ്യതയുണ്ടോ എന്ന് അവൾ ജോലിക്കാരിയോട് ചോദിക്കുന്നു. പക്ഷെ അതിനുള്ള ഒരു സാധ്യതയുമില്ല, അങ്ങനെ ഇവിടെ പറയുക പോലും ചെയ്യരുത് എന്ന് ജോലിക്കാരി പറയുന്നുണ്ട്. രണ്ടാമത്തെ ആൾ കൊല്ലപ്പെടാൻ കാരണമായ അതേ വിഷം തന്നെയാണ് ഇപ്പോൾ മൂത്ത ആളുടെ മരണത്തിനും കാരണമായിരിക്കുന്നത്. അതിനെപ്പറ്റിയും അവൾ ചോദിച്ചറിയാൻ ശ്രമിക്കുന്നു. ഈ സമയത്ത് അസിസ്റ്റന്റ് അവളെ അന്വേഷിച്ച് അതുവഴി വരുന്നുണ്ട്. പെട്ടെന്ന് അവൾ മറഞ്ഞു നിൽക്കുന്നു. എന്തിനാണ് ഇങ്ങനെ മറഞ്ഞു നിൽക്കുന്നത് എന്ന് ജോലിക്കാരി ചോദിച്ചപ്പോൾ, ഇന്നലെ വിവാഹം കഴിഞ്ഞത് മുതൽ എൻ്റെ ഭർത്താവ് എൻ്റെ അടുത്ത് നിന്ന് മാറിയിട്ടേ ഇല്ല. എനിക്കാണെങ്കിൽ ഇങ്ങനെ എപ്പോഴും കൂടെ ഇരുന്ന് ശ്വാസം മുട്ടുന്നു. കുറച്ച് സമയം ഒന്ന് ഫ്രീ ആയിട്ടിരിക്കാൻ വേണ്ടി ഞാൻ ഒളിച്ചു നിൽക്കുകയാണ് എന്നൊക്കെ അവൾ കള്ളം പറയുന്നുണ്ട്. ഷെന്തുവിന്റെ സ്വഭാവം അങ്ങനെയാണ് എന്ന് കേട്ട് ജോലിക്കാരി പോലും അത്ഭുതപ്പെടുന്നുണ്ട്. ഷെന്തു ഇടയ്ക്കിടെ അവിടെ വരാറുണ്ട്. യങ് മാസ്റ്ററായ ലിയാൻഷനുമായി നല്ല കൂട്ടാണ് എന്നൊക്കെ ജോലിക്കാരി പറഞ്ഞ് അവൾ അറിയുന്നു. ഈ സമയത്താണ് അവിടുത്തെ മനോനില തെറ്റിയ മാഡം എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായി ജോലിക്കാർ വിളിച്ച് പറയുന്നത് കേട്ടത്. അങ്ങനെ അവർ അങ്ങോട്ടേക്ക് പോകുന്നു. ഷെന്തു ഈ സമയം ലിയാൻഷനുമായിട്ടുള്ള കൂടിക്കാഴ്ചയിലായിരുന്നു. അവിടുത്തെ സൈന്യത്തിന് വേണ്ടി പുതിയ രീതിയിലുള്ള ആയുധങ്ങളൊക്കെ ഡിസൈൻ ചെയ്ത് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരുടെ കുടുംബമാണ്. പാരമ്പര്യമായി അത് കൈമാറി വരുന്നതാണ്. ഇപ്പോൾ ആ കുടുംബത്തിൽ ലിയാൻഷൻ മാത്രമാണ് കൂടെ ഉള്ളത്. രാജ്ഞിക്ക് വേണ്ടി അവൻ പുതുതായി പല ആയുധങ്ങളും ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇങ്ങനെ ഒരു ആരോപണം വന്നതിന് ശേഷം മനസ്സിന് ഒട്ടും സമാധാനമില്ലാതുകൊണ്ട് പുതിയ ഡിസൈനൊന്നും സമയത്ത് പൂർത്തിയാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ അവൻ ഷെന്തുവിനെ അറിയിക്കുന്നു. പക്ഷെ അവൻ അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. രാജ്ഞി നിന്നെ ഏൽപ്പിച്ച ജോലി സമയത്ത് തന്നെ പൂർത്തിയാക്കാൻ ശ്രമിക്കണം, അതാണ് ഇപ്പോൾ ഏറ്റവും അത്യാവശ്യം എന്നൊക്കെ ഷെന്തു അവനോട് പറയുന്നുണ്ട്. അങ്ങനെ അവൻ വീണ്ടും ജോലിയിൽ മുഴുകാൻ തുടങ്ങുന്നു. അപ്പോൾ തന്നെ ഷെന്തു അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ തുടങ്ങുന്നുണ്ട്. ഇതിനു മുമ്പ് എൻ്റെ അച്ഛൻ ജോലി ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് നിന്റെ അച്ഛനും ഇങ്ങനെ എഴുന്നേറ്റ് പോകുമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്ന് ലിയാങ് അപ്പോൾ പറയുന്നു. ഷെന്തുവിന് അച്ഛനെക്കുറിച്ച് അപ്പോൾ ഓർമ്മ വരുന്നുണ്ട്. അവൻ്റെ അച്ഛൻ ഒരു രാജ്യദ്രോഹിയാണ് എന്ന് മുദ്ര കുത്തപ്പെട്ട് കൊല്ലപ്പെട്ട ആളാണ്. അച്ഛനെ പോലെ ഞാൻ ഒരിക്കലും ചെയ്യില്ല എന്ന് അവിടെ നിന്ന് പറഞ്ഞിട്ടാണ് അവൻ പോയത്. അവിടെയൊക്കെ ചുറ്റി നടക്കുകയായിരുന്ന യാൻഷിങ് ഈ സമയം ഗാർഡനിലൊരു ചെടി ഇരിക്കുന്നത് കണ്ട് അതിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. അത് വിഷമുള്ള ചെടിയാണ് എന്ന് അവൾക്കറിയാം. അവളത് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ മനോനില തെറ്റിയ മാഡം അവളുടെ അടുത്തേക്ക് വന്ന് എൻ്റെ മാനറിനെ തുടരുക എന്ന് പറഞ്ഞ് അവളെ അവിടെ നിന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ച് തള്ളുന്നുണ്ട്. അതിൻ്റെ പുറകിലുണ്ടായിരുന്ന ഒരു കുളത്തിലേക്ക് അവൾ വീണു പോകുന്നു. അവിടെ കിടന്ന് നിലവിളിക്കുന്ന സമയത്ത് ഷെന്തുവും അസിസ്റ്റന്റ് കൂടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. പക്ഷെ അവൻ അവളെ രക്ഷപ്പെടുത്താൻ തയ്യാറാവുന്നില്ല. മാത്രമല്ല അവളുടെ നേർക്ക് വാൾ നീട്ടുകയും ചെയ്യുന്നു. ഇന്നലെ എന്നെ കൊല്ലാൻ പറ്റാത്തത് കൊണ്ട് ഇന്ന് ഞാനിവിടെ കിടന്ന് മുങ്ങി ചത്തോട്ടെ എന്നാണോ നീ വിചാരിക്കുന്നത് എന്നൊക്കെ അവൾ ചോദിച്ചപ്പോൾ അവൻ വാൾ തിരികെ ഉറയിലിട്ടിട്ട് അത് അവളുടെ നേർക്ക് നീട്ടുന്നു. അങ്ങനെ അതിൽ പിടിച്ച് അവൾ കരയിലേക്ക് എത്തുന്നുണ്ട്. അപ്പോഴേക്കും ബാക്കി ജോലിക്കാരൊക്കെ ഓടി വരുന്നു. എല്ലാവരും കൂടി അവളെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായി കൂട്ടിക്കൊണ്ട് പോകുന്നു. അവൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്ന സമയത്ത് അവൻ്റെ അടുത്തൊരു ബോക്സ് ഇരിപ്പുണ്ട്. സീക്രട്ട് ഡോക്യുമെന്റ്സ് ഒക്കെ സൂക്ഷിക്കാനാണ് അങ്ങനെയുള്ള ബോക്സുകൾ ഉപയോഗിക്കാറുള്ളത്. അവിടെ നിന്ന് പോകുന്ന സമയത്ത് അവൻ അതും കയ്യിലെടുക്കുന്നു. രണ്ടുപേരും കൂടി മുന്നോട്ട് നീങ്ങുന്നതിനിടയിൽ അവൾ പെട്ടെന്ന് വീഴാൻ തുടങ്ങിയപ്പോൾ അവൻ താങ്ങി പിടിക്കുന്നുണ്ട്. അവിടെ നിന്ന ജോലിക്കാരൊക്കെ അവൻ ഭാര്യയെ നന്നായി കെയർ ചെയ്യുന്നുണ്ട് എന്ന രീതിയിൽ അടക്കം പറഞ്ഞ് ചിരിക്കുന്നത് അവൻ കേൾക്കുന്നു. നീ അവരോട് എന്തെങ്കിലുമൊക്കെ നുണകൾ പറഞ്ഞ് ഒപ്പിച്ചോ എന്ന് അവൻ ചോദിച്ചപ്പോൾ, നീയല്ലേ നമുക്കിടയിൽ നല്ല ബന്ധമാണെന്ന് ജനങ്ങൾക്കിടയിൽ പരത്തണമെന്ന് ആഗ്രഹിക്കുന്നത്. ഞാൻ നിന്നെ ചെറുതായിട്ടൊന്ന് ഹെൽപ്പ് ചെയ്തതാണ്. ഇങ്ങനെയുള്ള റൂമറുകൾ പരത്താൻ ഏറ്റവും നല്ല വഴി ഇതുപോലെയുള്ള ജോലിക്കാരാണ് എന്ന് പറയുന്നു. അവരിങ്ങനെ അടുത്ത് നിന്ന് സംസാരിക്കുന്നതും കൂടി കണ്ടപ്പോൾ ശരിക്കും അവർ തമ്മിൽ നല്ല സ്നേഹത്തിലാണ് എന്ന് എല്ലാവരും വിചാരിക്കുന്നുണ്ട്. ആ സമയത്താണ് അവൾ പെട്ടെന്ന് ഒന്ന് തുമ്മിയത്. ഷെന്തുവിന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഇറിറ്റേഷനാണ്. അതുകൊണ്ട് അവൻ ദേഷ്യപ്പെട്ട് മുന്നോട്ട് പോകുന്നുണ്ട്.